യെസ്, ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റാണ്. കാൾസ് കൊഡ്രാഡ് പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. വളരെ പ്രധാനപ്പെട്ടതെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് ഇവിടെ നിൽക്കാൻ വേണ്ടി അദ്ദേഹം പറഞ്ഞ നല്ലൊരു കാര്യമാണിത്. എന്തായാലും ആ ഒരു വീഡിയോയിലേക്ക് നമുക്ക് കടക്കാം. അതിന് മുമ്പ് നിങ്ങളുടെ ലൈക്ക് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 100 നമ്മൾ ലൈക്കിൻ്റെ ടാർഗറ്റ്. എല്ലാവരും അതിലേക്ക് എത്തിക്കുമെന്ന് വിചാരിക്കുന്നു. ആരും ലൈക്ക് ചെയ്യാതെ വീഡിയോ കാണാൻ 2 സെക്കൻഡ് സമയം മാത്രം മതി. കാൾസ് കൊഡ്രാഡ് നമുക്കറിയാം, തുടർച്ചയായിട്ട് അദ്ദേഹം ഇങ്ങനെ പരാജയപ്പെട്ടുകൊണ്ടേ ഇരിക്കുകയാണ്. എന്തായാലും അടുപ്പിച്ച് 3ാമത്തെ കളിയാണ് ISL പരാജയപ്പെടുന്നത്. അതിന് മുമ്പ് 2 മാച്ച് 2024-25 സീസണിന് തുടങ്ങുന്ന ആ ഒരു ഡ്യൂറൻ കപ്പ്, അതുപോലെ തന്നെ അത് കഴിഞ്ഞുള്ള AFC, അതിൽ രണ്ടും അദ്ദേഹം പരാജയപ്പെട്ടിരുന്നു. സോ അങ്ങനെ ഏതാണ്ട് തുടർച്ചയായിട്ട് 5ാം തോൽവിയാണ്. എന്തായാലും ഈ ഒരു സമയത്ത് അദ്ദേഹം പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട കാര്യം ഇങ്ങനെയാണ്. അതായത് കഴിഞ്ഞ സീസണിൽ നമ്മുടെ ചെന്നൈയിൻ FC ആദ്യത്തെ 3 കളി പരാജയപ്പെട്ടാണ് തുടങ്ങിയത്. എങ്കിൽ പോലും അവർക്ക് പ്ലേ ഓഫിലേക്ക് കടക്കാൻ സാധിച്ചു. എന്തായാലും റിസൾട്ട് വന്നു കഴിഞ്ഞാൽ, അതായത് ഒരു നല്ല റിസൾട്ട് വരാൻ തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ തുടർച്ചയായിട്ട് നല്ല റിസൾട്ട് വന്നുകൊണ്ടേ ഇരിക്കുമെന്നാണ് കാൾസ് കൊഡ്രാഡ് പറയുന്നത്. സോ എന്തായാലും എൻ്റെ ഒരു അഭിപ്രായത്തെ കുറച്ചുകൂടെ വിശ്വസിക്കാമെന്നാണ്. ഒരു 2-3 ഗെയിംസ് അറ്റ്ലീസ്റ്റ് മിനിമം അദ്ദേഹത്തിന് കൊടുക്കാം. ഇനിയിപ്പോൾ പുതിയൊരു പരിശീലകൻ വന്നിട്ട് പ്രത്യേകിച്ച് എന്തെങ്കിലും സംഭവിക്കാൻ പോകുന്നുണ്ടോ എനിക്കറിയില്ല. കാരണം മോഹൻ ബഗാൻ അല്ലെങ്കിൽ മുംബൈ പോലൊന്നുമല്ല. കുറേ വട്ടം ഇങ്ങനെ പരിശീലകർ ഇടയ്ക്ക് വെച്ച് മാറിയൊക്കെ ഈസ്റ്റ് ബംഗാളിൽ വന്നിട്ടുണ്ട്. പക്ഷേ അവരാരും പ്രത്യേകിച്ച് വലിയ റിസൾട്ടൊന്നും ഉണ്ടാക്കി കൊടുത്തില്ല. സോ കോച്ചിനെ മാറ്റുന്നത് ശരിയായിട്ടുള്ള കാര്യമല്ല. അത് തന്നെ ഈ ഒരു സീസൺ മുഴുവൻ കാൾസ് കൊഡ്രാഡിനെ വെച്ച് കളിപ്പിക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. സോ ഈ ഒരു വീഡിയോ ഇത്രയുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ.